പഞ്ചഭൂത തത്വങ്ങളെ നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഇതിപ്പോൾ നമുക്ക് ആരോഗ്യവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക, എങ്ങനെയാണ് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുക? അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കി ആരോഗ്യം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഒരാള് ആരോഗ്യമുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് എന്തെല്ലാം കണ്ടീഷൻ ഉണ്ടാവും? പുതിയ ആളുകൾ പറയൂ, എന്താണ് എങ്ങനെയാണ് ഒരാൾ ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക? വീണ്ടും പറയുന്നു, ഒരാൾ ആരോഗ്യമുള്ള ആളാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, അയാൾക്ക് ഒരു രോഗവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അയാൾ എന്നും സങ്കടവും തടിയിൽ എന്താ പറയുക, സങ്കടത്തോടു കൂടി മാനസികമായി വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അയാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് ഒരാൾ ആരോഗ്യവാനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുക? അങ്ങനെ ഒരു വ്യക്തി നോക്കിയാൽ നമുക്ക് ആരോഗ്യമുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒരാൾ ആരോഗ്യവാനാവുന്നത് എപ്പോഴാണ്? മാനസികമായും ശാരീരികമായും. വേറെ എന്തെങ്കിലും പറയണ്ട? പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി എന്നത് ഒരു ഭൗതിക ശരീരമാണ്, ഒരു സ്വഭാവ ശരീരമാണ്, ഒരു കാരണ ശരീരമാണ് പറഞ്ഞു അല്ലേ? ഇത് മൂന്നും കൂടിയാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ആരോഗ്യത്തിൽ എത്തണമെങ്കിലും ഏതിനൊക്കെ ബാധകമാണ്? ഈ മൂന്നിലും ബാധകമാണ്. എന്ന് വെച്ചാൽ ശാരീരികമായി നല്ല ഫിറ്റാണ്, പക്ഷെ സ്വഭാവത്തിന് കൊള്ളില്ല എങ്കിലോ? സ്വഭാവമായിട്ട് മനുഷ്യന്മാരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇണങ്ങാൻ പറ്റാത്ത ഒരാളാണെങ്കിലോ? എത്രയോ ഗുണ്ടാ സംഘങ്ങളിലെ ആളുകളുണ്ട് അല്ലേ? ആരോഗ്യം നോക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവും, പക്ഷെ അവരുടെ അടുത്ത് സ്വഭാവത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അത് ആരോഗ്യമാവോ? ഇനി ശരീരവും ആരോഗ്യത്തിലൂടെയാണ്, സ്വഭാവവും ആരോഗ്യമാണ്, പക്ഷെ അയാൾക്ക് മറ്റൊരു പ്രശ്നമില്ല. അയാൾക്ക് ഓരോ ദിവസം ജീവിക്കുമ്പോഴും ഒരു എന്തെന്നില്ലാത്തൊരു ദുഃഖം, എന്തെന്നില്ലാത്തൊരു ഭയം ഉണ്ടാവുമെന്ന് വയ്ക്കുക. അത് ആരോഗ്യത്തിന്റെ ലക്ഷണമാകും. ഉദാഹരണത്തിന്, ഞാൻ ജീവിക്കുന്നു, എനിക്ക് ശാരീരികമായ രോഗങ്ങളൊന്നുമില്ല, നല്ല ആരോഗ്യവാനാണ്, ഞാൻ നിങ്ങളോട് പെരുമാറുന്നു, നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു നഷ്ടബോധം, ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഒരു ഭയം, എന്തെന്നില്ലാത്ത ഉത്കണ്ഠ, ഇതൊക്കെ കയറി വരുന്നുവെങ്കിൽ അത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ ആരോഗ്യം എന്നത് 3 തലത്തിൽ, 3 അല്ല 3-നപ്പുറത്തേക്ക് പോകണം, പക്ഷെ മിനിമം 3 തലത്തിൽ വേണം. എന്താണ്? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം, നമ്മുടെ സ്വഭാവത്തിന് ആരോഗ്യം ഉണ്ടാവണം, നമ്മുടെ കാരണ ശരീരത്തിന് എന്ത് വേണം? ആരോഗ്യം ഉണ്ടാവും. അതെങ്ങനെ ഈ 3 ഉണ്ടാക്കുക? ആണോ അല്ലയോ? ഈ 3 ശരീരം നമുക്കുണ്ടെങ്കിൽ ഈ 3 ശരീരത്തിൽ നമുക്ക് ആരോഗ്യമാണോ അല്ലയോ? ഇപ്പോ മുളക് നല്ല മുളകാണ്, പക്ഷെ അതിന്റെ ചെടിക്ക് കരുത്തില്ല പറഞ്ഞാലോ? പിന്നീട് ആ മുളകിന് നല്ല ക്വാളിറ്റിയോട് കൂടി ജീവിക്കാൻ കഴിയുമോ? അപ്പൊ എന്ത് വേണം? ഈ 3 ശരീരത്തിനും ആരോഗ്യം. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ 3 ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുക? നമ്മള് നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളുടെ ഓർഡർ എങ്ങനെയാണ്? താഴെ ഭൂമി, മേലെ ആകാശം അല്ലേ? ആണല്ലോ? അപ്പോ ഈ ഏറ്റവും ചെറുവിരലിനെ ഭൂമിയായി കണക്കാക്കാം. അത്രേ വേണ്ടു. ഈ 5-ൽ ഏറ്റവും ചെറുതാണ്. എത്രയാണ്? ആഹാരത്തിന്റെ കാര്യത്തിൽ ഈ ചെറുവിരലോളം മതി. ഉള്ളതിൽ ഏറ്റവും കുറവ് വേണ്ടത് ഏതാണ്? ഭക്ഷണമാണ്. നമ്മൾ നേരെ തലകീഴായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്? ഭക്ഷണമാണ് കഴിക്കുക അല്ലേ? അപ്പോ ഏറ്റവും താഴെ ഭൂമി, പിന്നീട് അതിന് മുകളിൽ ചേർന്ന് നിൽക്കുന്നത് ജലം, അതിന് മുകളിൽ അഗ്നി, അതിനുശേഷം വായു, അതിനുശേഷം ആകാശം. ഇതാണ് ഓർഡർ. അപ്പൊ പ്രപഞ്ചമായില്ലേ? ഇങ്ങനെ നോക്കിയാൽ
ഇത് നമ്മുടെ പഞ്ചഭൂതങ്ങളിലേക്ക് ശരീരത്തിലേക്ക് നോക്കിയാൽ ഇതിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. ഇനി ഇതിലെ മറ്റൊരു പ്രത്യേകത, ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു 5 കൂടി ചേർന്നാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, സൃഷ്ടി നടക്കുകയുള്ളൂ. പക്ഷെ ഗോതമ്പ് ദോശയ്ക്ക് ഒരു റേഷ്യോ ആണ്, ചപ്പാത്തിക്ക് മറ്റൊരു റേഷ്യോ ആണ്, റൊട്ടിക്ക് വേറൊരു റേഷ്യോ ആണ്. 5 ഉണ്ടാവുമെങ്കിലും 5-ൽ ഇതൊക്കെ ഏറ്റക്കുറച്ചിലുകളുടെ ഉണ്ടാവും. എന്ന പോലെ ഇവിടെ ഓരോന്നിനും ഓരോ റേഷ്യോയിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പഞ്ചഭൂതങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂമിയും ജലവും അഗ്നിയും വായുവും ഇത് ഈ രണ്ടും ചേർന്ന് കിടക്കും. അതായത് ഭൂമിയും ജലവും ചേർന്ന് കിടക്കും, അഗ്നിയും വായുവും ചേർന്ന് കിടക്കും. അപ്പം ഈ 2 തത്വങ്ങൾക്ക് നേർ വിപരീത തത്വങ്ങളെയാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, മറ്റു 2 തത്വങ്ങളെ ഉണ്ടാക്കിയത്. ഭാര്യയും ഭർത്താവിനെയും പോലെ, അതായത് സ്ത്രീക്ക് വിപരീതമായി പുരുഷനെ ഉണ്ടാക്കിയ പോലെ, പുരുഷന് വിപരീതമായി സ്ത്രീയെ ഉണ്ടാക്കിയ പോലെ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു, ജലം അല്ലെങ്കിൽ വെള്ളത്തിന് വിപരീതമായി അഗ്നിയെ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെയോ ഭൂമിക്ക് വിപരീതമായി വായുവിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ക്ലിയർ ആയോ? എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാലൻസ് ചെയ്യാൻ. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് എന്തിനാണ്? ബാലൻസ് ചെയ്യാൻ. സ്ത്രീയും പുരുഷനും തനിച്ചിരിക്കുന്ന സമയത്ത് ഇംബാലൻസ് ആണ്, അവർക്ക് തോന്നിയ പോലെയൊക്കെ ജീവിക്കുമെങ്കിലും ഇത് ഒരു കൺട്രോളിലേക്ക് വരണമെങ്കിൽ, വിട്ടുവീഴ്ചകളും കൺട്രോളും ഒക്കെ ആവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നേർ വിപരീതമുള്ള 2 തത്വങ്ങളെ പിടിച്ച് ഒന്നിക്കുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഒരു ബാലൻസ് ഉണ്ടാവും. ഉദാഹരണം, ഒരു ബക്കറ്റ് തിളച്ച വെള്ളവും ഒരു ബക്കറ്റ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൊണ്ടുവന്ന ശേഷം മൂന്നാമതൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇത് രണ്ടിലെയും പപ്പാതി വെള്ളത്തെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇതുപോലെ മീഡിയത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് എന്ത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പുരുഷന്മാരും സ്ത്രീകളും കല്യാണം കഴിഞ്ഞത് ദുഃഖമായി പറയുമെങ്കിലും അവർക്കത് പിരിയാനും കഴിയില്ല, ഉപേക്ഷിക്കാനും കഴിയില്ല, എന്നാൽ എന്ത് ചെയ്യാനും കഴിയില്ല, കൊണ്ടു നടക്കാനും കഴിയില്ല. കൊണ്ടു നടന്നാൽ ദുഃഖവും വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയും. അതേതുപോലെയാണ്, ഈ തീയും വെള്ളവും പോലെയാണ്. തിളച്ച വെള്ളത്തിനും തനിച്ച് നിൽക്കാൻ പറ്റില്ല, തണുത്ത വെള്ളത്തിനും തനിച്ച് നിൽക്കാൻ പറ്റില്ല. ഇതിനൊരു മീഡിയം സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, ക്ലിയർ ആയോ? കാരണം വെള്ളത്തിന് വിപരീതമായി തീയെ ഉണ്ടാക്കിയിരിക്കുന്നു, ഭൂമിക്ക് വിപരീതമായി എതിനെ ഉണ്ടാക്കിയിരിക്കുന്നു, വായുവിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം ഇവിടെ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഇത് ഒന്നിനെയും ഉപേക്ഷിക്കാതെ എല്ലാവരും നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീയെ ആശ്രയിക്കാതെ പുരുഷനും നിലനിൽക്കാൻ പറ്റില്ല, പുരുഷനെ ആശ്രയിക്കാതെ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, സ്ത്രീയെയും നിലനിൽക്കാൻ പറ്റില്ല. പറയുമ്പോൾ പറയും ഭർത്താവ് വേണ്ട പറയും, ഭർത്താവിനെ ഒഴിഞ്ഞ് സ്ത്രീ നേരെ വേറൊരു പുരുഷന്റെ കീഴിലേക്കും പോയി വീഴുക. ഭാര്യ വേണ്ട പറയും, പറഞ്ഞ നിമിഷം തന്നെ വേറൊരു സ്ത്രീയെ, കാരണം അവിടെ ആശ്രയിക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് സംഭവിക്കുന്നുണ്ട്, പരസ്പരം പൂരകങ്ങളായിട്ടാണ് നിലനിർത്തുന്നത്. അപ്പോ കൊടും ചൂടാണ്, ഈ കൊടും ചൂടിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വെള്ളം കുടിച്ചാണ് ബാലൻസ് ചെയ്യുക, അല്ലേ? ആണല്ലോ? അതിനെന്തെങ്കിലും സംശയം ഉണ്ടോ? മഴക്കാലത്തോ കൊടും തണുപ്പാണെങ്കിൽ നമ്മൾ പരമാവധി ചൂട് കൊണ്ട് തന്നെയല്ലേ, ചൂടുള്ള ആഹാരവും ചൂടുള്ളതും വ്യായാമം തൊട്ട് പല രീതിയിലും ചൂട് കൊണ്ട് തന്നെയല്ലേ നമ്മൾ മഴക്കാലത്തിന്റെ തണുപ്പിനെ അതിജീവിക്കുന്നത്, ആണോ അല്ലയോ? എന്താ കാരണം, ഒന്നിനെ ബാലൻസ് ചെയ്യാൻ മറ്റൊന്നാണ് ഇവിടെ ഉണ്ടാക്കിയത്. നല്ല കാറ്റ് വീശെന്ന് പറഞ്ഞാൽ പരമാവധി നല്ല എന്താ പറയാ, ഉറപ്പുള്ള ഭിത്തിയും പാറയുടെയും അല്ലെങ്കിൽ വീടിന്റെയും ഒക്കെ അടിയിൽ പോയി നിന്നല്ലേ നമ്മൾ അതിൽ രക്ഷപ്പെടാം, അല്ലേ? അപ്പോ ഭൂമിക്ക് വിപരീതമായ വായുവും ജലത്തിന് വിപരീതമായ അഗ്നിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? പുരുഷന് വിപരീതമായ സ്ത്രീയെ സൃഷ്ടിച്ച പോലെ. ഇവിടെ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ ഒപ്പം നിൽക്കേണ്ടത്
ആരെങ്കിലും ഒന്ന് ഇവിടെ കൈ അമർത്തിയാൽ ഇത് പൊന്തിപ്പോവും. ആരെങ്കിലും ഒന്ന് ഇവിടെ കൈ അമർത്തിയാൽ ഏത് പൊന്തിപ്പോവും? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയും. ക്ലിയർ ആയത് വിചാരിക്കണം അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്, ഭൗതിക ശരീരത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്, നമ്മൾ ഭൂമിയുമായി സമ്പർക്കത്തിലുള്ള നമ്മുടെ ശരീരഭാഗം, ഇരിക്കുമ്പോൾ ഭൂമിയുമായി സ്പർശിക്കുന്നത് ഏതാണ്? നിതംബം മുതൽ പാദം വരെ, നിൽക്കുമ്പോൾ പാദവും, അങ്ങനെ കാല് ഫുള്ളായിരുന്നു, കാല് നീട്ടി വെച്ചിരുന്നാൽ, നമ്മൾ അങ്ങനെ ഭൂമിയുമായി സമ്പർക്കത്തിലുള്ള നമ്മുടെ ശരീരഭാഗം ഏത് തത്വത്തിന്റെ സ്ഥാനമാണ്? ഭൂമി തത്വത്തിന്റെ സ്ഥാനമാണ്. ക്ലിയറായോ? ഒരു മരത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ വേരെന്ന് പറയുന്നത് ഏത് സ്ഥാനമാണ്? അതിലേത് കൂടുതലായിരിക്കും? ഭൂമി തത്വം കൂടുതലായിരിക്കും. എന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഈ പൈൽസ് എന്ന് പറയുന്ന ഈ മൂലം എന്ന് പറയുന്നത് ഏത് തത്വത്തിൽ വരും? ക്ലിയറായോ? അപ്പോ നമ്മൾ കഴിക്കുന്ന ഭൂമി തത്വമായ അന്നത്തിൽ അധികം വിഷാംശം ഉണ്ടെങ്കിൽ അത് എവിടെ അടിക്കും? എവിടെ അടിക്കും? ഭൂമി തത്വത്തിലടിക്കും. ക്ലിയറായോ? കഴിക്കുന്ന ആഹാരം ശരിയല്ലെങ്കിൽ, കഴിക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് മോശമായിട്ട് പോയില്ല എങ്കിൽ ഇതൊക്കെ എവിടേക്ക് വരും? ഇനി അത് മാത്രമല്ല, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടായ രക്തം കൃത്യമായി പമ്പിങ് ആയില്ല എങ്കിൽ കാലിൽ വെരിക്കോസ് വെയിൻ തൊട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. വാദത്തിലേക്ക് പോവും. അപ്പോ ഭൂമി തത്വത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബട്ടക്സ് മുതൽ പാദം വരെയുള്ള ഭാഗത്തിന് എന്തുണ്ട്? ഏറ്റവും അടിയിലുള്ളത് ഭൂമിയാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം മൂലത്തിന് മുകളിൽ, ഏത് ജനനേന്ദ്രിയ മുതൽ കൃത്യം 1 ചാൺ മണ്ഡലം എന്ന് പറയുന്നതാണ് കടൽ പ്രദേശം അല്ലെങ്കിൽ ജലത്തിന്റെ സ്ഥാനം. നമ്മൾ എപ്പോൾ വെള്ളം കുടിച്ചാൽ അത് ആദ്യം വന്ന് അടിയുന്നത് എവിടെയാണ്? ഈ അടിവയറിൽ, വയറിന്റെ നാഭിയുടെ താഴെയാണ്. അവിടെയാണ് എന്തൊക്കെ കിടക്കുന്നത്? കിഡ്നി കിടക്കുന്നത്, യൂറിൻ ബ്ലാഡർ കിടക്കുന്നത്, സ്ത്രീകളിൽ യൂട്രസ് കിടക്കുന്നത്. ഈ ഭാഗത്താണ് വെള്ളത്തിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന മൂലത്തിന് മുകളിൽ അതായത് യൂറിൻ പാസ് ചെയ്യുന്ന ജനനേന്ദ്രിയ മുതൽ നാഭിക്ക് താഴെ കിഡ്നിയുടെ പൊസിഷൻ വരെയുള്ള ഈ ഒരു ചാൺ മണ്ഡലമാണ് ഏതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്? ജലത്തിന്റെ സ്ഥാനമാണ്. കൃത്യമായോ? കിഡ്നി വരും, യൂറിൻ ബ്ലാഡർ വരും, ഓവറി, സ്ത്രീകൾക്ക് ഓവറി, പുരുഷന്മാർക്ക് ലിംഗം വരും, യൂട്രസ് വരും. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇനി അടുത്തതോ, ദഹിപ്പിക്കുന്നത് തീയാണല്ലേ. നമ്മുടെ ദഹന പ്രക്രിയ എവിടെ മുതൽ തുടങ്ങുന്നു ചോദിച്ചാൽ ലിവർ മുതൽ ഏതുവരെ? വൻകുടലിന്റെ തുടക്കം വരെയുള്ള ഭാഗങ്ങൾ ഏതിലേക്ക് വരുന്നു? ദഹന പ്രക്രിയ നടക്കുന്ന ചെറുകുടൽ ഉൾപ്പെടെ വയറെന്ന് പറയപ്പെടുന്ന ഈ കുഴിയുടെ ഭാഗം, ഈ വാരിയലിൽ പിരിയുന്ന ഈ 2 ഭാഗത്തുള്ള ഈ ഒരു കുഴി എന്ന് പറയുന്നത് ഏതാണ്? അഗ്നിമണ്ഡലമാണ്. ദഹനം അഗ്നിയിലല്ലേ ദഹിപ്പിക്കുക? ആണല്ലോ. എവിടെ വെച്ചാൽ നമ്മുടെ ആഹാരം ദഹിക്കുന്നത്? ലിവർ മുതൽ വൻകുടൽ വരെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ അഗ്നിയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പകല് മുഴുവൻ സൂര്യൻ ഉണ്ടെങ്കിലും ഓരോ സമയത്ത് ഓരോ പർട്ടിക്കുലർ സ്ഥാനത്താണ് നിൽക്കുക അല്ലേ? ഇപ്പൊ സൂര്യൻ എവിടെയാണ് നിൽക്കുക? ഇവിടെയാണ് നിൽക്കുക. അപ്പോ അഗ്നിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? വയറിനാണ്. അഗ്നിയിൽ എല്ലാ ഭാഗത്തും അഗ്നിയുണ്ട്, പക്ഷെ പർട്ടിക്കുലർ ആയിട്ടുള്ള അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ജലം എന്ന് പറയുന്നത് കണ്ണിലും തൊട്ട് എല്ലാ ഭാഗത്തും ജലം ഉണ്ടെങ്കിൽ അതിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നാഭിക്ക് താഴെ. അതുപോലെ ഭൂമി തത്വം എന്ന് പറയുന്നത് ത്വക്ക് ഭൂമിയാണ്, എല്ലാം ഭൂമി തത്വമാണെങ്കിലും സ്ഥാനം കൊണ്ട് എവിടെയാണ്? താഴേക്കാണ്. ക്ലിയർ ആയോ? അപ്പോ വായുമണ്ഡലം ഏതാണ്? നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എവിടെ വന്ന് ആദ്യം നിറയുക? അല്ലേ? ശ്വാസകോശത്തിൽ. അപ്പൊ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായുമണ്ഡലം എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആയോ? ഇവിടം വരെ.
കഴുത്തിൽ ഈ താഴെ ഇവിടെ മുതൽ ഇങ്ങോട്ട്, തൈറോയിഡ് മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളും ആകാശമാണ്. ഏറ്റവും മേലെ എന്താണ്? ആകാശമാണ്. ക്ലിയർ ആയോ? അപ്പോ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. സ്ഥാനം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ അഞ്ചിൽ ഉദാഹരണത്തിന് ഭൂമി തത്വം നിറയെ കൂടി എന്ന് വിചാരിക്കാം. നല്ല തീറ്റയാണ്, തീറ്റയ്ക്ക് ഒരു കുറവും ഇല്ലാതെ വെക്കുക. ബട്ടക്സ് മുതൽ ഈ കാലിൻ്റെ ഒക്കെ വണ്ണം കൂടും, ബട്ടക്സ് വണ്ണം കൂടും, ഇവിടെ ഒക്കെ തടി കൂടി അവസാനം ശരീരം കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? ഭൂമി തത്വവും ഇത് ഭൂമിയാണ് വയ്ക്കുക, ഇതിന് നേർ വിപരീത തത്വം ഏതാണ്? വായുവാണ്. അപ്പൊ അവിടെ എന്താ അയാൾക്ക് സംഭവിക്കുക ചോദിച്ചാൽ, ഭൂമി തത്വം കൂടെ 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 അയാൾക്ക് നന്നായി ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. കാരണം എന്താണ്? കഫം വന്ന് നിറയും. മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള എല്ലാ ഭാഗത്തും കഫം വരും. കാരണം ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും കൃത്യമായ മലശോചനം ഇല്ലാത്തതുകൊണ്ടും മലം കെട്ടിക്കിടക്കും. മലബന്ധത്തിൽ നിന്നും കഫക്കെട്ടുണ്ടാവും. ആ കഫക്കെട്ടിലൂടെ ബ്രീത്ത് എന്ത് ചെയ്യില്ല, ശുദ്ധമായ ശ്വാസം ഉള്ളിലേക്ക് പോവില്ല. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. ക്ഷീണം നന്നായിട്ട് ബാധിക്കും. ശ്വാസം ഇല്ലാതാവുക, പെട്ടെന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരിക എന്ന് വേണ്ട. ഭൂമിതത്വം കൂടിയാൽ അയാളുടെ ശരീരത്തിൽ എന്ത് കുറയും? വായുതത്വം കുറയും. വ്യക്തിത്വം കുറയും. വ്യക്തിത്വം ഉണ്ടാവില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാ പറഞ്ഞാൽ എന്നാൽ പിന്നെ അവരുടെ കൂടെ പോകാന്ന് പറയും. ഒരു പൊതി ചോറ് കിട്ടിയാൽ, ഒരു ക്വാർട്ടർ കിട്ടിയാൽ, ഒരു ഡ്രസ്സ് വാങ്ങി തന്നാൽ, എന്തെങ്കിലും തരാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? കാര്യം മനസ്സിലായോ? അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മതി, അത് കിട്ടുന്ന അറിഞ്ഞാൽ അവരെന്ത് ചെയ്തോളും? പറയാം, അതിന് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വായുതത്വം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രോഗങ്ങളും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. ശ്വാസം മുട്ടൽ, നടക്കുമ്പോൾ കിതപ്പ് വരിക, കൈ കാല് തളർച്ച, വേഗത്തിൽ നടക്കാൻ കഴിയാതാവുക, കൈയും കാലും കുഴഞ്ഞു പോകുന്ന അവസ്ഥ തൊട്ട് എല്ലാം എന്ത് സംഭവിക്കും? അമിതമായ ആഹാരം കഴിച്ച് ഭൂമിതത്വം കൂടിയാൽ വായുതത്വത്തിന്റെ അളവ് കുറയുകയും അത് കുറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ രോഗങ്ങളും അനുഭവിക്കും. തുടക്കത്തിൽ അത് ചുമയായിട്ടും ജലദോഷമായിട്ടും, പിന്നീട് കഫക്കെട്ടായിട്ടും, പിന്നീട് ആസ്മയായിട്ടും, പിന്നീട് അത് ശ്വാസകോശ ക്യാൻസറിലേക്കും ഒക്കെ ആയിട്ട്, അത് TB ആയിട്ടും ഒക്കെ എന്ത് ചെയ്യപ്പെടും? അത് ശരിയാണോ? കാരണം എന്താണ്? ഈ ഭൂമിതത്വം കൂടി, അതുകൊണ്ട് തന്നെ വായുതത്വവും കുറഞ്ഞു. ശുദ്ധവായു എടുക്കാൻ പറ്റില്ല. വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോ ഏതൊക്കെ വ്യക്തികളിൽ ഭൂമിതത്വത്തിന്റെ അളവ് കൂടിക്കൂടി വരുന്നോ ഉറപ്പായിട്ട് അവർക്ക് വായുതത്വത്തിന്റെ അളവ് കുറഞ്ഞു വരും. കുറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത്, ആ കുറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന രോഗങ്ങളെല്ലാം ഇയാളെ തട്ടുകയാണ്. നമ്പർ 1. 2, ഭൂമിതത്വം എന്നത് ആഹാരമാണെന്ന് പറഞ്ഞു അല്ലേ? ആ ആഹാരമാണെന്ന് പറയുമ്പോൾ തന്നെ അതിന് ക്വാളിറ്റി കൂടി ഉണ്ടാവണം. അപ്പോൾ നല്ല ഭൂമി എന്ന് പറയുമ്പോൾ എല്ലാ മണ്ണിലും കൊണ്ട് എന്തിട്ടാലും വരില്ല, വളക്കൂറുള്ള മണ്ണിലിട്ടാലേ വരുള്ളൂ എന്ന പോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഈ ശരീരത്തിനും ജീവനും ആവശ്യമുള്ള നല്ല ഭൂമിതത്വമായിരിക്കണം. ഇല്ല അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോക്സിക് ആയാലോ, അല്ലെങ്കിൽ എന്താ പറയുക മലിനമായതാണെങ്കിലോ, ഇപ്പോൾ ചപ്പ് ചവറുകളിട്ട് ഇടുന്ന അഴുക്ക് ഓടയെല്ലാം ഉള്ള സ്ഥലത്തെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ അവിടെ വിളയുന്ന സാധനങ്ങൾ നമുക്ക് എന്തേ കഴിക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഡിച്ച് വരും അല്ലേ? അവിടെയൊക്കെ വരുന്ന ചീരയും ഇതൊക്കെ എടുത്ത് നമ്മൾ കറി വെച്ച് കഴിക്കാൻ പറ്റുമോ? എന്ന പോലെ ഒന്ന് ഭൂമിതത്വം കൂടിയാൽ വായു തത്വം കുറഞ്ഞതിന്റെ എല്ലാ രോഗങ്ങളും അനുഭവിക്കുന്ന പോലെ തന്നെ ഈ ഭൂമിതത്വം എന്നത്, ആ അന്നമാഹാരം എന്നത് ക്വാളിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെയും ദോഷങ്ങൾ ആരനുഭവിക്കേണ്ടി വരും? അപ്പോൾ ഭൂമിതത്വം കൂടിയാലുള്ള കുഴപ്പം, ഭൂമിതത്വം കൂടിയതിൻ്റെ അതിനകത്തുള്ള മാലിന്യങ്ങൾ കൊണ്ടുള്ള രോഗപീഠകൾ അനുഭവിക്കേണ്ടി വരും. പിന്നെയോ വായുതത്വം കുറഞ്ഞാലുണ്ടായേക്കാവുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കും. ഇനി അടുത്തത് ജലം.
ആവശ്യത്തിന് വെള്ളമേ കുടിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിൽ അനുഭവിക്കപ്പെടാൻ പോകുന്നതും പെട്ടുകൊണ്ടിരിക്കുന്നതും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ്. പണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം കുടിക്കാൻ, ബാത്റൂമിൽ പോകാൻ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നു, സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുന്നു, ടോയ്ലറ്റുകളിൽ വെറുതെ പോകാൻ സൗകര്യമില്ല. മാത്രമല്ല ജീൻസ് പോലുള്ള സ്കിൻ ടൈറ്റ് പോലുള്ള ഡ്രസ്സുകൾ ഇട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേഷവിധാനങ്ങളല്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ ഇപ്പൊ എന്ത് കഴിക്കാൻ മടിക്കുന്നു? വെള്ളം കുടിക്കാൻ മടിക്കുന്നു. വെള്ളം കുടിക്കാൻ മടിച്ചു. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായ ഏത് തത്വമാണ് കൂടുക? അഗ്നി കൂടും. അപ്പൊ വെള്ളം കുറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് യൂട്രസ് സംബന്ധമായ പ്രശ്നമാണ്. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിന് പുറമെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കിഡ്നിയിൽ സ്റ്റോണുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തിന്? അവരുടെ വജൈന അല്ലെങ്കിൽ മൂത്രനാളികളിൽ ഫംഗസ് വരെയുള്ള ഫംഗസ് വരെയുള്ള രോഗങ്ങൾ, വൈകൃതമായ രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ആണുങ്ങളുടെ കേസിൽ ഏറ്റവും കുറവല്ല. യൂറിൻ ഇൻഫെക്ഷൻ വരാറുണ്ട്. സ്റ്റോണുകളുടെ കംപ്ലൈന്റ് കാരണം ഇഷ്ടംപോലെ ആളുകൾ സർജറിയിലേക്ക് കടക്കാറുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവിൽ കുറവും ഇതൊക്കെ വന്നതിന്റെ ഭാഗമായി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യന്റ് ഉണ്ടാവുന്നു. കാരണം എന്താണ്? ഒന്ന്, വെള്ളത്തിന്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു. രണ്ട്, കുടിക്കുന്ന വെള്ളം എന്നത് ക്വാളിറ്റി ഇല്ലാതാവുന്നു. അങ്ങനെ ജലതത്വത്തിന്റെ അളവ് കുറഞ്ഞാലും കഴിക്കുന്ന ജലം എന്നത് ക്വാളിറ്റി ഇല്ലാതായാലും അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നു. കിഡ്നിയെ ബാധിക്കുക. കിഡ്നി എന്നാൽ അരിപ്പയാണ്. നമ്മൾ ചായ അരിക്കുമ്പോൾ അരിപ്പയിൽ ഒരു തുള വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അരിപ്പ കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ ചായ അരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന പോലെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന കിഡ്നി വളരെ വീക്കായി കഴിഞ്ഞാൽ പിന്നെ ക്രമേണ അത് ഏതിലേക്ക് ബാധിക്കും? എല്ലായിടത്തെയും രക്തത്തെ ബാധിക്കും. എല്ലായിടത്തും ഉള്ള രക്തത്തെ ബാധിക്കും. അതിന് പുറമെ പ്രോസ്റ്റേറ്റ് ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഇടം എന്ന് പറയുന്നത് ജലതത്വത്തിന്റെ സ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ പക്ഷെ അവിടെ ചൂട് കൂടുതലാണ്, ആവശ്യത്തിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്ത് സംഭവിക്കുന്നു? ബീജം കൗണ്ട് കുറവാകുകയോ ക്വാളിറ്റി ഇല്ലാതാവുകയും ഒക്കെ ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ജലതത്വം കുറയുമ്പോൾ അഗ്നിതത്വം കൂടുകയും, ഇനി ജലതത്വം വല്ലാതെ കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്തതിൽ പറയാം. ജലതത്വം നന്നായി കൂടിയാൽ അഗ്നി നന്നായി കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? ജലമണ്ഡലം ഇതാണ്, അഗ്നിമണ്ഡലം ഇതാണ്. വെള്ളം കൂടി കുറയുമ്പോൾ അഗ്നി കൂടും. അഗ്നി കൂടിയാലുള്ള ഗുണങ്ങളും ഒപ്പം ദോഷങ്ങളും ഉണ്ടാവും. ശരീരം മെലിഞ്ഞുണങ്ങും. അഗ്നി കൂടിയാൽ അത് പുരുഷന് നല്ലതാണ്. പക്ഷെ സ്ത്രീകളിൽ ഇപ്പൊ അഗ്നി കൂടുന്നതോടുകൂടി അവരുടെ ശരീരം മെലിഞ്ഞുണങ്ങുന്നു. സ്ത്രീക്ക് എന്താ പറയാ, മെലിഞ്ഞുണങ്ങി പുരുഷന്റെ ശരീര രൂപത്തിലേക്ക് ഇപ്പൊ സ്ത്രീകളുടെ ശരീരം മാറി തുടങ്ങിയല്ലോ. ബ്രസ്റ്റ് കാണുന്നില്ല, എന്താ പറയാ, ശരീരത്തിന് എന്താ പറയാ മാതൃത്വം ഉണ്ടാവുന്നില്ല, യൂട്രസിന് കണ്ടീഷൻ ആവുന്നില്ല. അങ്ങനെ ശരീരത്തിന് ഒരു സോഫ്റ്റ്നെസ് ഇല്ല, വാക്കുകൾക്ക് മയമില്ല, തൊട്ട് പടി സംഗതികൾ എന്താണ്? സ്ത്രീക്ക് അവളുടെ ശരീരം വെള്ളത്തോടു കൂടി സൂക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഉണ്ടോ ഇല്ലയോ? വെള്ളം കുറയുന്നു. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഉഷ്ണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന, പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയാൽ പണ്ടത്തെ പോലെ തലകുനിഞ്ഞ് നാണം കുണിങ്ങിയിട്ടൊന്നും എന്ത് ചെയ്യില്ല. ഇപ്പൊ വർത്തമാനം പറയില്ല, വളരെ ഷാർപ്പായിരിക്കും. ആൺകുട്ടികൾ വർത്തമാനം പറയുന്നതിനേക്കാൾ വളരെ ഷാർപ്പായിട്ട് ഇപ്പൊ ആര് സംസാരിക്കാൻ തുടങ്ങി? എന്തുകൊണ്ട്? അവരുടെ ശരീരത്തിൽ വെള്ളമില്ല, അവർക്ക് വാക്കുകൾക്ക് മയമില്ല. പെൺകുട്ടികൾ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, പ്രസവിച്ചവരെ നോക്കാൻ താല്പര്യമില്ല, പ്രസവിച്ചാൽ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ താല്പര്യമില്ല.
ഇതിന്റെ കാരണം ജോലി, ക്ലാസ്, മറ്റ് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടെല്ലാം പറഞ്ഞ് വെള്ളം കുടി, അഥവാ കുടിക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ആസിഡിക് ഫോമാറ്റിലുള്ള വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, ധാരാളം വെള്ളം കുടിക്കുന്നില്ല. ഓരോ സ്ത്രീകളുടെയും ഗർഭപാത്രത്തിൽ തിരഞ്ഞു നോക്കിയാൽ ഗർഭപാത്രമുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഗർഭാശയ ക്യാൻസറിന് തടയാൻ എന്ന രീതിയിലാണ് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം എല്ലാ ഗർഭപാത്രങ്ങളും ക്യാൻസറിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പിക്കുന്നു എന്നല്ലേ അർത്ഥം. എല്ലാവർക്കും ഇത് കുത്തിവെക്കണമെങ്കിൽ എല്ലാവരിലും ക്യാൻസർ എത്തുമെന്ന് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം. എത്രയോ സ്ത്രീകൾ ഗർഭപാത്രങ്ങളിൽ മുഴകൾ വെച്ചുകൊണ്ടും എന്താ പറയാ പല പല ഫൈബ്രോയിഡുകൾ വെച്ചുകൊണ്ട് ഇപ്പൊ അതിനെ അറുത്തുമാറ്റി സ്ത്രീകൾക്ക് യൂട്രസ് എടുത്തു മാറ്റിയ ആളുകളുണ്ട്. ഈ യൂട്രസിന്റെ ഭാഗം അനക്കം തട്ടണമെങ്കിൽ, യൂട്രസിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് സംഭവിക്കുക? ശരീരത്തിൽ വെള്ളം കുറയുന്നു. എത്രയോ പ്രസവങ്ങൾ സിസേറിയൻ ആയതിന്റെ മെയിൻ കാരണം യൂട്രസിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ കാണിക്കുന്നത് ശരീരത്തിൽ ജലം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. ജലം കുറഞ്ഞാൽ അത് സ്ത്രീകളിലാണ് ജലം കുറയുന്നതെങ്കിൽ സ്ത്രീകളെ കാര്യമായി ബാധിക്കും. അതേപോലെ പുരുഷന്മാർക്ക് അഗ്നി കുറഞ്ഞാലും പുരുഷന്മാരെ എന്ത് ചെയ്യും? കാര്യമായി ബാധിക്കും. അഗ്നിയിൽ ദഹനമുണ്ടാവും, നമ്മുടെ ധൈര്യമുണ്ടാവും, തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും തീരെ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുന്നു? പുരുഷന്മാരിൽ അഗ്നി കുറയുന്നതിന്റെ ഭാഗമായിട്ട് ജലം കൂടുന്നു, സ്ത്രീ സ്വഭാവം കാണിക്കുന്നു, പല ലക്ഷണങ്ങളോടെ കണ്ടുവരുന്നു. അപ്പോ ഏത് വ്യക്തിയുടെ ശരീരത്തിൽ ജലം കുറഞ്ഞോ അവർക്ക് അഗ്നി കൂടിയാൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളും ഗുണങ്ങളും, അതുപോലെ ജലം കുറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളും ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരും. ഇനി അടുത്തത് അഗ്നിയാണ്. അഗ്നി കൂടിയാൽ അതിനനുസരിച്ച് വെള്ളം കുറയും, ശരീരത്തിലെ രക്തഓട്ടത്തിന്റെ അളവ് കുറയും, ഓവർ ഹീറ്റാവും, ബ്രെയിൻ ഹീറ്റാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, BP വേരിയേഷൻ ഉണ്ടാവും, സ്ട്രെസ് കൂടുതലായിരിക്കും, മറ്റുള്ളവരുടെ മനസ്സിനെ പരിഗണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപടി ലക്ഷണങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ അഗ്നി കൂടിയതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട്. അതേപോലെയാണ് വായുതത്വം എന്ന് പറയുന്നത്. വായുതത്വത്തിന് നേർ വിപരീത തത്വം ഏതാണെന്നാ പറഞ്ഞത്? ഭൂമിയാണ്. നമ്മുടെ ശരീരത്തിൽ ധാരാളം വായു അകത്ത് പോയി കഴിഞ്ഞാൽ, ശുദ്ധമായ വായു പ്രാണായാമം നന്നായി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവും. നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ, അത് ഉള്ളിൽ എന്തായി മാറും? എനർജിയായി മാറും. എനർജി ഹീറ്റൊക്കെ ആയി മാറും. അങ്ങനെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വായുതത്വം കൂട്ടുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആഹാരത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ശരീരത്തിൽ എന്ത് ചെയ്യും? ശരീരകോശങ്ങളുടെ അളവ് കുറയും, ശരീരം മെലിഞ്ഞുണങ്ങി ക്ഷീണിക്കുന്ന അവസ്ഥ വരും. BP വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 70-80 തവണ BP അടിക്കേണ്ടത് 150-170 തവണ അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ബാധിക്കുന്നത് ആകാശതത്വമായ ബ്രെയിനിനെ ബാധിക്കും, രക്തഓട്ടത്തെയൊക്കെ ബാധിക്കും. അപ്പോ വായുതത്വം കുറഞ്ഞാൽ സ്വാഭാവികമായും ഭൂമിതത്വം കൂടും എന്ന പോലെ തന്നെ വായുതത്വം കൂടിയാലോ അത് നമ്മുടെ ഈ ശരീരത്തിലെ പുതിയ കോശ നിർമ്മിതികളെ സപ്പോർട്ട് ചെയ്യില്ല. ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും പല ഭാഗങ്ങളിലും എന്ത് ചെയ്യും? അതിപ്രസരണം ഉണ്ടാക്കി അപകടങ്ങളെ വെടിവെടിച്ചു വരുത്തുന്നു. പ്രത്യേകിച്ച് വായു തീരെ കുറഞ്ഞാൽ കാലിലേക്കും തലയ്ക്കേക്കുമുള്ള രക്തഓട്ടം കുറഞ്ഞു പോകുന്നു. വായു കൂടിയാൽ ഹൈ BP പോലുള്ള സംഭവങ്ങൾ, പ്രഷറുകൾ കൂടുതലായിട്ട് വരുന്നു. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെയാണ് ആകാശതത്വം എന്ന് പറയുന്നത്. വിശ്രമം, ഉറക്കം പോലുള്ള കാര്യങ്ങളാണ്. ആ ആകാശതത്വം സമയാസമയമായി നമുക്ക് ശരീരത്തിന് കിട്ടിയില്ല എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സകല പ്രശ്നങ്ങളും എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. വായുതത്വം കുറഞ്ഞാൽ ഈ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗ്നിതത്വം കുറഞ്ഞാൽ ഈ ഭാഗത്ത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആകാശതത്വം കുറഞ്ഞാൽ, ഉറക്കം താളം തെറ്റിയാൽ തൈറോയിഡ് താളം തെറ്റും. അതുപോലെ തൊണ്ടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ജലദോഷം, തൊണ്ടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തലവേദന, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് പോലുള്ള കാര്യങ്ങൾ,
തലച്ചോറിൽ ബ്രെയിൻ ഹീറ്റ് ആവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാവുന്നത് ആകാശതത്വത്തിന്റെ കുറവ് കൊണ്ടാണ്. ക്ലിയർ ആയോ? അപ്പോ ഇതിന് നമുക്ക് വേണ്ടത്, നമ്മുടെ ശരീരം ആരോഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആവശ്യത്തിന് വിശ്രമം വേണം, ആവശ്യത്തിന് ശുദ്ധവായു വേണം, അത്യാവശ്യത്തിന് ചൂടും വെളിച്ചവും സൂര്യപ്രകാശം വേണം, ശുദ്ധമായ വെള്ളം വേണം, സ്ഥിരവും ക്വാളിറ്റി ഉള്ളതും നട്ടാൽ മുളയ്ക്കുന്നതുമായ ഒരു ഭൂമിയും വേണം. ഈ 5 കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ മറ്റൊന്നിനും ഒരു കുറവുണ്ടാവില്ല. സ്വസ്ഥവും സുഖവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും. ഉറക്കമില്ലാതെ അങ്ങനെ ഈ 5 തത്വങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ. ഇതിലേത് കൂടിയാലും കുറഞ്ഞാലും കൂടിയതിന്റെ ഗുണം കിട്ടുന്ന പോലെ തന്നെ അതിന് നേർവിപരീതമായ തത്വത്തിന്റെ ദോഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കും. ഒരേ സ്റ്റാൻഡിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ട പരിശ്രമങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ബോധപൂർവം ബാലൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ചുട്ടുപൊള്ളി കുഴഞ്ഞു വീണ് മരിക്കാനാകുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിന് പകരം വെയിൽ വരുന്നുണ്ട്, ശരീരം തളരുന്നുണ്ട്, വേഗം പോയി വെള്ളം കുടിക്കുക എന്ന ബോധത്തോടു കൂടി നമ്മൾ ആ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയറായോ? അപ്പൊ ഈ പഞ്ചഭൂതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും വളരെയധികം പ്രാധാന്യം ഉണ്ടാക്കുന്നു എന്ന് വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണ്ടോ? മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതത്വങ്ങളെ എടുത്തു അല്ലേ? ഇനി അതേപോലെ ജീവിതത്തിൽ പഞ്ചഭൂതങ്ങളെ എടുക്കണം. ആദ്യം ശരീരത്തിലെടുത്തു, ഇനി ഞാൻ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഒരു കോഴ്സ്, ഇതിൽ പഞ്ചഭൂതങ്ങളുടെ പ്രസക്തി എന്ത്? അപ്പോഴാണ് പഞ്ചഭൂതത്വങ്ങളിൽ ആകാശം എന്നത് കാലമാണ്. ആകാശം എന്നത് എന്താണ്? അതായത് നമ്മളിനി ഇന്ന് വൈകിട്ട് 5 മണിക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ ഈ ഭൂമിയിൽ ജീവിക്കും എന്നതിന് ആരാണ് അനുമതി നൽകേണ്ടത്? കാലം തീരുമാനിക്കണം. കാലം നമുക്ക് അനുമതി തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിക്കാൻ പറ്റൂ. അപ്പോ ആകാശതത്വമായ കാലം, ആ കാലം തീരുമാനിച്ചുകൊണ്ട് വായുതത്വമായ കർമ്മം ചെയ്യും. ആ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഭൂമിതത്വമായ അഗ്നിതത്വമായ ജ്ഞാനത്തെ മനസ്സിലാക്കുക. പ്രവർത്തികളിലൂടെ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക. ജ്ഞാനം മനസ്സിലാക്കിയതോടുകൂടി തന്നെ അതിനോടുള്ള ഒരു സമർപ്പണ ഭാവം, ഭക്തി ഉണ്ടാവുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നത് ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി അതെന്തായി മാറും? പ്രവൃത്തിയായി മാറും. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അനുഭവിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്നത് നമുക്ക് എന്ത് ചെയ്യപ്പെടും? തിരിച്ച് വരും. ക്ലിയർ ആയോ? അപ്പോ കാലവും കർമ്മവും ജ്ഞാനവും ഭക്തിയും പ്രവൃത്തിയും എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാലം തീരുമാനിക്കുന്നതാണ്, കർമ്മത്തിന്റെ രൂപത്തിൽ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥകളായിക്കോട്ടെ, ഇതെല്ലാം ആരനുവദിക്കുന്നതാണ്? ഈ പഞ്ചഭൂതങ്ങളുടെയും നാഥനായ കാരണശരീരം കാലത്തിലൂടെയാണ് കൊടുക്കുക. കാലവും കർമ്മവുമായിട്ടാണ് നമുക്ക് വരിക. നമ്മൾ എന്താണോ ചെയ്തത് അത് കാലം തിരിച്ച് നമ്മളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ക്ലിയറായോ? കാലവും കർമ്മവും ജ്ഞാനവും ഭക്തിയും പ്രവൃത്തിയുമായിട്ടത് പ്രതിഫലിക്കും.
ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറയാം. അപ്പോ ഈ ഭൗതിക ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ, ഭൗതിക ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഈ പഞ്ചഭൂതങ്ങളും ബാലൻസ്ഡ് ആവണം, പഞ്ചഭൂതങ്ങളും ക്വാളിറ്റി ഉള്ളതാവണം എന്നുള്ളതാണ് ഭൗതിക ശരീരത്തിന്റെ ലക്ഷ്യം. ഇനി സ്വഭാവ ശരീരം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമി തത്വം കൂടിയ വ്യക്തിയിൽ സ്വത്ത്, പണം, ശരീരം എന്ന് പറഞ്ഞാൽ ആഹാരം തൊട്ട് ഭൗതികമായ വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരാൾ ഭൗതികമായ വസ്തു കൈ നീട്ടിക്കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടി എന്ത് ചെയ്യും? അടിമപ്പണിയെടുക്കും. അങ്ങനെ ഭൂമി തത്വക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക തലത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, ഭൗതിക നേട്ടങ്ങൾ മാത്രമേ അവരെ എന്ത് ചെയ്യുള്ളൂ, കണക്കാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് സമൂഹത്തിൽ വ്യക്തിത്വം എന്നുണ്ടായാലും ഒരു വിലയുണ്ടാവില്ല. അപ്പോൾ ഏത് വ്യക്തിയാണോ ഭൂമി തത്വം കൂടുതലുള്ളത് അവരുടനെ തന്നെ എന്ത് ചെയ്യണം? വായു തത്വത്തിനും കുറച്ച് തുക കൈമാറ്റം ചെയ്തുകൊണ്ട് അവരുടെ ഉള്ളിലെ വായു തത്വത്തെയും എന്ത് ചെയ്തേ പറ്റൂ? ഉയർത്തിയേ പറ്റൂ. ക്ലിയറായോ? ക്ലിയറായോ? ഇനി അടുത്തത് സ്വഭാവ ശരീരം. ഭൂമി തത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്വഭാവം വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ജലതത്വം കൂടിയാലുള്ള പ്രശ്നം. എല്ലാത്തിനും ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് വന്ന ആരെങ്കിലും 4 വാക്ക് സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞാൽ കഴിഞ്ഞു. ഇവരെന്തിനു പറയുന്നു, ഇതുകൊണ്ട് എന്താ ഗുണം, ഇതുകൊണ്ട് എന്താ ദോഷം, ഇവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു ചിന്തയോ ചോദ്യം ചെയ്യലോ ആര് ചെയ്യില്ല? അവര് വരും, കുറെ സുഖിപ്പിക്കും, അത് കഴിഞ്ഞ് കുറെ അവര് സ്വയം കരയും. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ജലതത്വക്കാർ അതിലെന്ത് ചെയ്തോളും? അപ്പോ അതുപോലെ എന്ത് കാര്യമുണ്ട്, ഇപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് വ്യക്തമായിട്ടൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള യുക്തി അവർക്ക് ഉണ്ടാവില്ല. ഇത് ഇന്നതാണ്, ഇതിന്റെ ഗുണം ഇന്നതാണ്, ഇതിന്റെ ദോഷം ഇന്നതാണ്, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള യുക്തിബോധം ഉണ്ടാവില്ല ആർക്ക്? ജലതത്വക്കാർക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും മനസ്സിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചാൽ അതിൽ രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. ക്ലിയറായോ? ഇനി നേരെ തിരിച്ചാണ് അഗ്നിതത്വക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ അഗ്നിയുടെ അളവ് കൂടുതലായിരിക്കും. എന്തിനും ഏതിനും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തിനും ഏതിനും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല വാക്കുകൾ വളരെ ഷാർപ്പായിരിക്കും, തീ തുപ്പുന്ന പോലെ ആയിരിക്കും. സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തറയ്ക്കുന്ന പോലത്തെ വാക്കുകളായിരിക്കും പറയുക. അഹങ്കാരവും കൂടുതലായിരിക്കും. ക്ലിയറായോ? ഇനി അഗ്നിതത്വം കൂടിയാൽ അറിവും അഹങ്കാരവും കൂടുന്നു പറഞ്ഞു. വായുതത്വം കൂടിയാൽ അയാൾക്ക് വ്യക്തിത്വമാണ് ഉണ്ടാവുക. വ്യക്തിത്വം എന്നത് ആത്മവിശ്വാസമാണ്. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷെ വായുവിന്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോൾ ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്നത് ഓവർ കോൺഫിഡൻസ് അഥവാ ഈഗോ അഥവാ ആംഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കും. അഹംഭാവമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ വായുതത്വം കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ശരി എന്നും മറ്റുള്ളവരൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിൽ എന്ത് സംഭവിക്കുന്നു? ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന പോലെ. ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന പോലെ ഒരു കാലത്ത് വ്യക്തിത്വം ലോകം അറിയപ്പെടുന്ന 2 രാജ്യങ്ങളായി മാറിയെങ്കിൽ ഇന്നിപ്പോ എന്തായി മാറി? ലോകം പരിഹസിച്ചിരിക്കുന്ന കോമാളികളും ദുഷ്ടന്മാരുമായ കഥാപാത്രമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിന്റെ കുറവ് അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. വ്യക്തിത്വം കൂടി വായുതത്വം കൂടി വ്യക്തിത്വ പേരും പ്രശസ്തി കൂടുന്നതിനനുസരിച്ച് ഭൂമി തത്വത്തിൽ വന്ന അടിവാണ് അവർക്കുണ്ടാവുന്നത്. ഇനി ആകാശതത്വം കൂടുമ്പോൾ
ഈ 4 അവസ്ഥകളിൽ നിന്നും വേറിട്ടൊരവസ്ഥ ഉണ്ടാവും. അതാണ് ആത്മീയ ബോധം എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയ തലം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എന്താണ്, എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഈ 5 തത്വങ്ങളും ബാലൻസ്ഡ് ആകുമ്പോൾ ആവശ്യത്തിന് ശരീരം, ആവശ്യത്തിന് മനസാക്ഷി, വേണ്ടിടത്ത് ചോദ്യം ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങൾ ബോൾഡായിട്ട് പറയാനുള്ള വ്യക്തിത്വം, ഒപ്പം തന്നെ ശാന്തമായിരിക്കാനുള്ള മനസ്സ്, ഇങ്ങനെ ഈ 5 കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുക, സമാധാനം എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോ ആകാശതത്വമായ വിശ്രമം, ഉറക്കമില്ല എങ്കിൽ തൈറോയിഡ് മുതൽ പിറ്റ്യൂട്ടറി വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കണമെങ്കിൽ ആകാശതത്വത്തെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ആകാശതത്വത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് മന്ദപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മന്ദപ്പ് അഥവാ നിർവികാരത്വം എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒന്നിനോടും താല്പര്യമില്ലായ്ക, ഒന്നും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കായിക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ആകാശതത്വത്തിന് കഴിയും എന്നുള്ളത്. ക്ലിയറായോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ സ്വഭാവത്തിൽ ഈ പഞ്ചഭൂത തത്വങ്ങളുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും അത് നമ്മളെ ബാധിക്കും. അതുപോലെ ഇതിന് മാലിന്യങ്ങൾ, ഇതിനകത്ത് ടോക്സിൻസ് കയറിയാലും നമ്മളെ ബാധിക്കും. ശരീരത്തിൽ നമ്മളെ അത് ബാധിക്കും, കൂടിയാലും കുറഞ്ഞാലുമുള്ള പ്രശ്നം പോലെ കാരണ ശരീരത്തിനും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കാരണ ശരീരമുണ്ട് എന്ന ബോധം നല്ലതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നല്ലതാണ്. അവനവനാണ് ഈശ്വരൻ എന്ന് പറയാം. പക്ഷെ അതിനകത്തൊരു വലിയ അപകടമുണ്ട്. അതാണ് തിരുത്തേണ്ടത്. അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ ഞാൻ ഈശ്വരനാണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് മാറ്റി പറഞ്ഞില്ല എങ്കിൽ അതും നമുക്ക് അപകടത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് മാറ്റി പറയേണ്ടത്? ഞാനും ഈശ്വരന്റെ അംശമാണ്. എന്താണ്? ഞാനും ഈശ്വരന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിന് പകരം ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയോ? അതുകൊണ്ട് ഞാനും ഈ കാരണ ശരീരത്തിന്റെ അംശമാണ് എന്ന് പറയാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും, കാലം, ഇന്നിപ്പോ എനിക്ക് വെള്ളം കൊണ്ട് തന്നു, ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ആര് തീരുമാനിച്ചതാണ്? കാലം തീരുമാനിച്ചതാണെങ്കിൽ ഈ കാലത്തിനെയും ഒരാൾ നിയന്ത്രിക്കുന്നുണ്ട്. ആ കാലത്തിനെയും നിയന്ത്രിക്കുന്ന, കാലം എന്നാൽ ഭൂതം, ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന നാഥനാണ് ഭൂതനാഥൻ. അല്ലെങ്കിൽ കാലങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടെന്നും ആ കാലത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് എൻ്റെ ഉള്ളിലെ കാരണ ശരീരത്തെയും എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ മാത്രമേ ഏത് രീതിയിൽ ആരോഗ്യം ഉണ്ടാവൂ? ആത്മീയ തലത്തിൽ അഥവാ കാരണ ശരീര തലത്തിലും ആരോഗ്യം ഉണ്ടാവും. അതല്ല ഞാനാണ് ഈശ്വരൻ എന്ന ഈ ആത്മീയ വചനം ഞാൻ ഈശ്വരനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? നമ്മളെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഞാൻ ഈശ്വരന്റെ അംശമാണ് എന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ക്ലിയറായെന്ന് വിചാരിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യുകയും അതിനെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ഉണ്ടാക്കുന്നു, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നു, സ്വഭാവത്തിൽ ബാലൻസ് ഉണ്ടാക്കുന്നു, സ്വഭാവത്തിൽ ആരോഗ്യം ഉണ്ടാക്കുന്നു. ഒപ്പം ഈ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ പിന്നിലുണ്ട് എന്ന തിരിച്ചറിവുണ്ടാക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചശക്തിയും നമ്മുടെ ഉള്ളിലെ കാരണശരീരവും ഈ പ്രപഞ്ചശക്തിയും തമ്മിൽ നിരന്തരം കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ നോക്കി മുന്നോട്ട് പോകുന്നു എന്ന തിരിച്ചറിവുള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റൂ. ഇതിലേതിൽ കുറവ് വന്നാലും അയാൾ എന്ത് ചെയ്യും? ഡിസ്റ്റർബൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ?
വിഷയം ചോദിക്കാൻ ചോദിക്കാം. ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു ധാരണയുണ്ട്. പിന്നെ പറയുന്നത് അത് നമുക്ക് നമ്മളെ പഠിപ്പിച്ചു വെച്ചത് പ്രകാരം വിശപ്പുണ്ട് എന്ന് നമ്മൾ തോന്നിക്കുക. അതല്ല യഥാർത്ഥ വിശപ്പ്. അത് വയറ്റില് ഗ്യാസ് ഫോമായിട്ട് ആ അസിഡിറ്റിയുടെ ഭാഗമായിട്ടുള്ള വയറ്റിലെ എരിച്ചലിനെയാണ് നമ്മളിപ്പോഴും എന്ത് വിളിക്കുന്നത്? വിശപ്പ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാ ചോദിച്ചാൽ, മൊബൈൽ ഫുള്ള് സ്വിച്ച് ഓഫ് ആയി ചാർജ് ഇല്ലാതെ നമ്മൾ കുറച്ചു നേരം വെയിലത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? മൊബൈല് ചൂടാവും. ഈ ചൂട് മൊബൈലിൽ ചാർജായി മാറുമോ? മൊബൈലിൽ പുറമേ തൊട്ട് കഴിഞ്ഞാൽ ചൂടുണ്ട്, പക്ഷെ അകമേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എങ്കിൽ അത് നമുക്ക് ചാർജ് കിട്ടുമോ? നേരെ മറിച്ച് മൊബൈൽ തണുത്ത് കിടക്കുകയാണെങ്കിലും ബാറ്ററി ഫുൾ ആണെങ്കിലോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ? എന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നി ഇല്ല എങ്കിൽ, ദഹനരസത്തിന് കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ല എങ്കിൽ ദഹനരസം ഉണ്ടാവും. പക്ഷെ അതിന് ശേഷിയില്ല എങ്കിൽ ഈ കഴിച്ച ആഹാരമൊക്കെ അവിടെ പോയി ജീർണിച്ചു പോകും, അഴുകിപ്പോവും. വെള്ളത്തിലേക്ക് അഴുകുമ്പോൾ അതിൽ നിന്നും ഗ്യാസ് ഫോം ആവും, അല്ലേ? ആ ഗ്യാസ് ഫോമായിട്ട് വയറ്റിലൊക്കെ വന്ന് നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വയറ് വിശന്ന പോലെ തോന്നുമെങ്കിലും അതെന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ വിശപ്പെന്ന് പറയുന്നത് ഇതല്ല. വിശപ്പെന്ന് പറയുന്നത് നമുക്ക് ആഹാരത്തെ കഴിക്കണമെന്നും കഴിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടുമായിരിക്കും. വിശപ്പല്ല എങ്കിൽ നമുക്ക് വിശക്കുന്ന പോലെ തോന്നുമെങ്കിൽ ആഹാരം കഴിക്കാനും പറ്റുന്നില്ല, കഴിച്ചത് ദഹിക്കുന്നില്ല എങ്കിൽ അവിടെ ഉറപ്പിക്കാം, അവിടെ എന്തില്ല? ദഹനം എന്ന പ്രക്രിയ നടക്കുന്നില്ല. ദഹനം എന്ന പ്രക്രിയ നടക്കാത്തതിന്റെ കാരണം ശരീരത്തിൽ ചൂട് അല്ലെങ്കിൽ അഗ്നി ഇരിക്കേണ്ട സ്ഥാനത്തില്ല. ഞാൻ പറഞ്ഞു, മൊബൈലിന്റെ പുറമേ ചൂടായിട്ട് കാര്യമില്ല. എവിടെയാണ് കറണ്ട് കയറേണ്ടത്? കാര്യം മനസ്സിലായ? നമ്മുടെ ദഹനരസങ്ങളിൽ അഗ്നി കയറുന്നതിന് പകരം പുറമേ ചൂടുണ്ടായിട്ടോ അതിൽ കാര്യമല്ല. ദഹനരസത്തിൽ അഗ്നി കയറിയേ പറ്റൂ. അപ്പൊ ജീർണം, അഴുകലാണ് ഇവിടെ നടക്കുന്നത്. കഴിക്കുന്നത് അതിൽ നിന്ന് എന്തുണ്ടാകുന്നില്ല? അത് തോന്നല്. കാരണം ഇതിന്റെയൊക്കെ പ്രശ്നം ഇതാണ്, ഗ്യാസ് ഫോം ആകുന്നതിന്റെ ഭാഗമായിട്ട്. അതുപോലെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഇത് ഏമ്പക്കം വരുന്ന സാധ്യതയുണ്ടോ? സിഗ്നൽ വരുമോ? ഇല്ല എന്നുള്ളത് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അഴുകുന്നതാണ് മെയിനായിട്ട്. ദഹനം കുറയുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കുറവ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ജലം കൂടുകയും അതിൽ ഭക്ഷണം കിടന്ന് അഴുകി പോവുകയും അഴുകിയതിന്റെ ഭാഗമായി ഗ്യാസ് ഫോമാവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല വ്യായാമമാണ് ഇതിൽ പ്രധാനം. പ്രായമായതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടും ശരീരത്തിലേക്ക് സൂര്യപ്രകാശം ചാർജ് ചെയ്തുകൊണ്ട് അഗ്നിയെ കൂട്ടാനുള്ള പടിപടിയായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ. പക്ഷെ ഇനിയിപ്പോ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. കുറച്ചെങ്കിലും നമ്മുടെ ഒരു ചെറിയ ഭൂമി എടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് കൊത്തിക്കളച്ച് ശരീരത്തിന് എന്ത് ചെയ്യുക? ഒന്ന് വ്യായാമം പോലെ ആക്കി അതിന് കൃഷി ചെയ്തു തുടങ്ങിയാലേ അതിന്റെ ഗുണം നമുക്ക് എന്ത് ചെയ്തു തുടങ്ങുള്ളൂ. സംഗതി ശരിയാണ്, കാശ് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ വേറെ കിട്ടുമായിരിക്കും. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഇളക്കി ശരീരം കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനൊരു സുഖം എന്ന് പറയുന്നതിന്റെ കാരണം വേറെ ഒന്നുമില്ല. അപ്പോഴാണ് ദഹനം നന്നായി നടക്കുക. നമ്മൾ നന്നായി അധ്വാനിച്ചിട്ട് അത് ഉണ്ടാക്കുന്നതിന് കഴിക്കുന്ന സുഖം എന്ന് പറയുന്നതിന്റെ കാരണം അത്രയ്ക്ക് വിശപ്പ് വരും, നല്ല വിശപ്പ് വരും. ആ വിശപ്പ് വരുമ്പോൾ കഴിച്ചതിനാണ് അതിനൊരു സുഖം കിട്ടുക. പോഷകമേ ആവില്ല.
അഴുകിപ്പോയതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പോഷകമാവാൻ പറ്റില്ല. അത് ദുർഗന്ധമായിട്ടും മലമായിട്ടും കഫമായിട്ടും ഒക്കെ എന്ത് ചെയ്യുള്ളൂ. നമ്മളിപ്പോ ബയോഗ്യാസിന് എന്താ ചെയ്യുക? ബയോഗ്യാസ് പ്രോജക്റ്റ് ഒരു ഡ്രം എടുത്തിട്ട് അതിൽ ചാണകവും നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ ഗ്യാസ് ഫോം ആയിട്ട് ആ ഗ്യാസ് നമുക്ക് കത്തിക്കാൻ പറ്റും. അത് അഗ്നിയാണ്. പക്ഷെ ആ അഗ്നി കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് അതിനകത്തുള്ളതിന് ചാരമാക്കാൻ കഴിയില്ല. എന്നപോലെ ഗ്യാസ് ഫോം ആകും, വയറ്റരിച്ചിലൊക്കെ ഉണ്ടാകുന്നത് അഴുകുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവും.